അല്ലെങ്കിൽ PC ട്യൂഷൻ സെന്ററിൽ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ മാത്സ് ആണ് നമ്മൾ എടുക്കുന്നത്. മാത്സിന്റെ ഫസ്റ്റ് പാർട്ടുകൾ നമ്മൾ കുറെ എടുത്തു. ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ട്രയാങ്കിൾസിനെ കുറിച്ചാണ് അല്ലെ. എന്താണ് ട്രയാങ്കിൾസ്? ത്രികോണങ്ങള്, 3 വശങ്ങളുള്ളത്, 3 ഭുജങ്ങളുള്ള ത്രികോണങ്ങളെയാണ്, 3 സൈഡ്സ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 3 സൈഡ്സ് ഓഫ് പോളിഗൺ ആണ് ട്രയാങ്കിൾ. ഇനി ട്രയാങ്കിൾസ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈക്വൽ ആണ്. 2 ട്രയാങ്കിൾസ് എപ്പോഴാണ് ഈക്വൽ ആവുന്നത്, അതിന്റെ ആംഗിൾസ് എങ്ങനെയാണ് ഈക്വൽ ആവുന്നത് നമ്മൾ പഠിച്ചു. നമ്മൾ ആദ്യം പഠിച്ചത് രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ 2 ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ആംഗിളും ഇവിടെ ഒരു ആംഗിളും, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ABC PQR ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആവണം. അതിന്റെ ആംഗിൾസ് ഈക്വൽ ആവണമെങ്കിൽ ഈ ഒരു ആംഗിളും ഇതും, അതേപോലെ ആംഗിൾ ബിയും ആംഗിൾ ക്യൂ, 2 ആംഗിൾസും ഈ ഒരു ലൈൻ AB = PQ ആവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? ഈ 2 ട്രയാങ്കിൾസിന്റെയും തേർഡ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ച തിയറി. 2 ആംഗിൾസും ഒരു ബേസും, അതേപോലെ തന്നെ ഈ 2 ആംഗിൾസും ഈ ഒരു ബേസും, ഒരു സൈഡും അതിന്മേലുള്ള 2 ആംഗിൾസ്, ഒരു സൈഡും അതിന്മേലുള്ള 2 ആംഗിൾസ് ഇങ്ങനെ ഈക്വൽ ആവുകയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ 2 ട്രയാങ്കിൾസിന്റെ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആണ്. ഈ സൈഡ്സ് നമ്മൾ എങ്ങനെ എഴുതാം? ഈക്വൽ ആംഗിളിന് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് CB അല്ലെ. ഇവിടെ Pക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള QR, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾ സിയും ആംഗിൾ ആറും ആണ് ഈക്വൽ. അപ്പൊ ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ABയും ആംഗിൾ ആറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള PQയും ഈക്വൽ ആണ്. പിന്നെ മൂന്നാമത്തത് ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ACയും ക്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള PR-ഉം ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ പഠിച്ച തിയറി എന്താ? ഒന്നുകൂടി പറഞ്ഞു നോക്ക്. എന്താ പറഞ്ഞിരിക്കുന്ന തിയറി? ഒരു ട്രയാങ്കിളിന്റെ ബേസ്, ഒരു സൈഡും അതിന്മേലുള്ള the 2 sides on it are equal if a side and the 2 angles on it are equal. ഒരു വശവും അതിന്മേലുള്ള ഈ 2 ആംഗിൾസും മറ്റൊരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിനും 2 ആംഗിൾസിനും ഈക്വൽ ആണെങ്കിൽ ഈ 2 ട്രയാങ്കിൾസിന്റെയും മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി അതിൽ പറഞ്ഞു, എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകൾ ഈക്വൽ ആംഗിൾ. ഏത് ആംഗിൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കുറേ ചെയ്തത് ഏതൊക്കെ സൈഡുകൾ ഈക്വൽ ആണ്, ഏതൊക്കെ ആംഗിൾസ് ഈക്വൽ ആണ്, അല്ലെങ്കിൽ സൈഡുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈക്വൽ ആയിട്ടുള്ള, തുല്യമായിട്ടുള്ള, ഒരേപോലത്തെയുള്ള ആംഗിൾസ് ഏതാ നോക്കുക. അതിന് ഓപ്പോസിറ്റ് A ആണെങ്കിൽ Aക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഇവിടെ നമ്മൾ 5 ആണ് തന്നിരിക്കുന്നെങ്കിൽ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇത് P ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് എത്രയായിരിക്കും? 5. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കും. ഇത് വെച്ച് നമ്മൾ ഇത്രയും കണക്കുകൾ ചെയ്തത്. പിന്നെ ഇന്നലെ നമ്മൾ ചെയ്തത് ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ചാൽ മതി. പക്ഷെ അതല്ലാതെ വേറൊരു തിയറി വെച്ച് ഇന്നലെ ചെയ്തു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അവർക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 21 പേജ് നമ്പർ 21 കണക്കാണ് നമ്മൾ ഇന്നലെ ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് പേജ് നമ്പർ 21. അപ്പോ ഇവിടെ ഈ ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ പറഞ്ഞത്? ഒന്നും കൂടി പറഞ്ഞു തരുന്നതാണ്, ശ്രദ്ധിക്കാതെ. എന്താണ്? ഇവിടെ നമ്മൾ ഒരു അക്യൂട്ട് ആംഗിൾ വരയ്ക്കാം. അക്യൂട്ട് ആംഗിൾ ന്യൂനകോൺ അല്ലെ. ഒരു ന്യൂനകോൺ വരയ്ക്കുക എന്ന് വെച്ചാൽ 90-നേക്കാൾ കുറവുള്ള ഒരു ആംഗിൾ വരയ്ക്കാം. അതേ ആംഗിൾ തന്നെ ഇവിടെ വരയ്ക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ഈ 2 ലൈൻസും പാരലൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ 2 ലൈൻസും ഈക്വലും ആയിരിക്കണം. മനസ്സിലായ? 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ലൈനിന്റെ ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ, ഒരു ലൈനിന്റെ AB എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഇങ്ങനെ 2 പാരലൽ ലൈൻ വെച്ചാൽ ഇതും പാരലൽ ആവണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആംഗിളും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആംഗിളും ഈക്വൽ ആയാൽ പോലെ. അപ്പൊ ഇത് പാരലൽ ആയി. പാരലൽ ആയാൽ മാത്രം പോരാ. ഇവിടെ എന്താണ്? ഈ ലൈൻ ഈ AP എന്ന് പറയുന്നതും BQ എന്ന് പറഞ്ഞാലും ഈക്വൽ ആയിരിക്കുക, തുല്യ അളവ്. ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 2 സെന്റിമീറ്റർ ഇഷ്ടമുള്ളത് എടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾ 3 എടുക്കാം. അപ്പൊ ഇവിടെ 3 എടുക്കണം. അത്രയൊക്കെ ഉള്ളൂ. രണ്ടും തുല്യമാണ്. എന്നിട്ട് ഈ 2 അറ്റങ്ങളെ നമ്മൾ യോജിപ്പിച്ചാൽ
ഇത് ശരിക്കും മിഡ് പോയിന്റ് ആയിരിക്കും. ഇത് വെച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു. ഇനി ലാസ്റ്റിൽ ഒരു കണക്കും കൂടി നമ്മൾ ഇന്നലെ തുടങ്ങിയിരുന്നു. ഒരു പഞ്ചഭുജം വരച്ചിട്ടാണ് അല്ലെ? എല്ലാവരും വരച്ചിട്ടില്ലേ പഞ്ചഭുജം? ഞാൻ എല്ലാവരും നോട്ടിൽ നോക്കിയതാണ്, ഇന്നലെ കണ്ടു, എല്ലാവരും അത് വരച്ചിട്ടുണ്ട്. നമ്മളെ കണക്ക് തുടങ്ങിയിട്ടില്ല. പഞ്ചഭുജം എല്ലാവരും വരച്ചു കഴിഞ്ഞതാണ്. ടെക്സ്റ്റിൽ നമ്മളൊരു പഞ്ചഭുജം റഫ് ഫിഗർ ആണ് എല്ലാവരോടും വരയ്ക്കാൻ പറഞ്ഞത്. എല്ലാവരും അതാണ് വരച്ചിരിക്കുന്നത് അല്ലെ? ഇവിടെ നമ്മള് ഇതൊരു പെന്റഗൺ, ഒരു റെഗുലർ പെന്റഗൺ ആണ് തന്നിരിക്കുന്നത്. എ ബി സി ഇവിടുന്ന് തുടങ്ങുന്നത് അത് തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് എ ബി സി ഡി ഇ. ഒരു പെന്റഗൺ എ ബി സി ഡി ഇ. ഇതാണ് നമ്മൾ ഇന്നലെ ചോദ്യം തന്നിരുന്നു. എന്നിട്ട് ദ സൈഡ്സ് ഓഫ് എ ബിയും എ ഇയും കണ്ടോ? ഈ എ ബിയും ഈ എ ഇയും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് ഇങ്ങോട്ട് നീട്ടാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് സൈഡ് നീട്ടാൻ പറഞ്ഞു. പിന്നെ മീറ്റ് ദ സൈഡ് സി ഡി ആൻഡ് എക്സ്റ്റെൻഡ്. ഈ സി ഡിയും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതിനും ഈ സി ഡി എന്ന് പറയുന്ന വരയും നമ്മൾ ഇങ്ങോട്ട് നീട്ടി അതിന് പേര് കൊടുത്തു പി ക്യൂ. ഇത്രയും നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഒരു പെന്റഗൺ വരച്ചിട്ട് ഈ സൈഡ് ഇങ്ങോട്ട് നീട്ടി, ഈ സൈഡ് ഇങ്ങോട്ട് നീട്ടി. ഇവിടെ സി ഡി ഇപ്പത്തേക്ക് നീക്കി. ഇപ്പൊ നമുക്ക് അതൊരു എന്ത് ഫിഗർ കിട്ടി? എ പി ക്യൂ. എല്ലാവരും കാണില്ലേ? നോക്ക്, എ നോക്കാം, എ പി ക്യൂ. ഒരു ട്രയാങ്കിൾ, വലിയൊരു ട്രയാങ്കിൾ ആണ് കിട്ടിയേക്കണേ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയോ എല്ലാവരും? അത്ര വരെ നമ്മൾ ഇന്നലെ വരച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ആർ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി പി സി ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ഇ ക്യു ഡി. ഏതാ ബി പി സി? ബി പി സി ഈ ട്രയാങ്കിൾ അല്ലേ? ഇതും ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് മലയാളം മീഡിയം ചോദ്യം ചെയ്ത ബി പി സിയുടെ വശങ്ങളും ഇ ക്യു ഡിയുടെ വശങ്ങളും തുല്യമാണോ? ആദ്യം തന്നെ നമ്മൾ കാണാൻ പോണത് ഇത് രണ്ടുമാണ്. ഏത് രണ്ടുമാണ്? ഈ ഒരു ട്രയാങ്കിൾ. എല്ലാവരും നോക്കുക, നമ്മുടെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ബി പി സി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഇ ക്യു ഡി ഇതാണ് അവർ തന്നിരിക്കുന്നത്. ഈ ഡി ക്യു, ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണോ എന്ന് നമുക്ക് കാണാം. ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആവണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? അതിന്റെ ആംഗിൾസ് ഈക്വൽ ആക്കണം. ആംഗിൾസ് ഈക്വൽ ആക്കിയാൽ നമ്മുടെ തിയറി പറയും, എന്ന് തുടക്കം പറഞ്ഞതാ. എന്താ നമ്മുടെ തിയറി? ആംഗിൾസ് ഈക്വൽ ആയാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കും. പിന്നെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയാൽ മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആവും. ഈ രണ്ട് കാര്യങ്ങളല്ലേ പറഞ്ഞത്? ഇന്ന് തുടക്കം തന്നെ പറഞ്ഞു തന്നു ഞാൻ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്, എന്താ പഠിച്ചാണ് നമ്മള്? ഒരു ട്രയാങ്കിൾ ഒരു സൈഡും രണ്ട് ആംഗിൾസും ഈക്വൽ ആയാൽ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ. ആ തിയറി വെച്ചാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. പക്ഷെ അതിനു മുമ്പ് ഇത് ഒരു റെഗുലർ പെന്റഗൺ, സമപഞ്ചഭുജമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ് എന്ന് പറഞ്ഞാൽ എ ബിയും ബി സി സി ഡി ഇ ഡി എ ഇ ഇതെല്ലാം ഈക്വൽ ആണ്. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഈക്വൽ ആണെങ്കിൽ അതിന്റെ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആവില്ലേ? എല്ലാ വശങ്ങളും ഈക്വൽ ആണെങ്കിൽ അതിന്റെ ആംഗിൾസ് എല്ലാം ഈക്വൽ. കിട്ടി? അപ്പൊ നമ്മള് ആദ്യം തന്നെ ഇതിന്റെ ഈ ആംഗിൾ കാണാം. ഈ ആംഗിള് എക്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? എക്സ് നമ്മൾ വെറുതെ ഒരു വാരിയബിൾ കൊടുത്തു. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാവും? എക്സ് തന്നെ അല്ലെ? എല്ലാ ആംഗിൾസും ഈക്വൽ അല്ലേ? അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ആണ്. ഇവിടെയും എന്താണ്? എക്സ് ആണ്. ഇതെത്രയാണ്? എക്സ് ആണ്. ഇതും എക്സ് ആണ്. കാരണം പഞ്ചഭുജം പെന്റഗൺ റെഗുലർ പെന്റഗൺ ആണ്, സമപഞ്ചഭുജമാണ്. all the sides are equal. എല്ലാ വശവും ഈക്വൽ ആയാലും നമ്മൾ എന്താ പറയാ?
ഇറ്റ്സ് എ റെഗുലർ പെന്റഗൺ. കിട്ടിയോ? റെഗുലർ പെന്റഗൺ ആണ്, സമപഞ്ചഭുജം. അപ്പൊ അതിന്റെ എല്ലാ വശവും ഈക്വൽ ആണ്. എല്ലാ വശവും ഈക്വൽ ആണെങ്കിൽ അതിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. സൈഡ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ ആംഗിൾസും, റെഗുലർ പോളിഗന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ. അപ്പൊ ഇനി ശ്രദ്ധിക്കാം, എഴുതി നമുക്ക് പിന്നെ എഴുതാം. ആദ്യം മനസ്സിലാക്കാം, ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? പറഞ്ഞോ, ഈ ആംഗിൾ എത്രയാ? ഇറ്റ്സ് എ ലീനിയർ പെയർ, രേഖീയ ജോഡി അല്ലെ. ഒരു ലൈനിൽ ഉണ്ടാകുന്ന ഈ രണ്ട് ആംഗിൾസ് എന്താണ്? ഇറ്റ്സ് എ ലീനിയർ പെയർ. കിട്ടിയോ? രേഖീയ ജോഡി. അപ്പൊ ഈ രേഖീയ ജോഡി ലീനിയർ പെയർ എത്രയുണ്ട്? ഇറ്റ്സ് 180. ഇത് രണ്ടും കൂടി കൂട്ടിയ 180 ആണ്. അപ്പൊ ഇവിടെ ഒരെണ്ണം എക്സ് ആണെങ്കിൽ ഈ സൈഡിൽ എന്തായിരിക്കും? 180 മൈനസ് എക്സ്. രണ്ടും കൂടി കൂട്ടിയാൽ 180. ഒരെണ്ണം എക്സ് കൊടുത്താൽ അടുത്തത് എത്രയാണ്? 180 മൈനസ് എക്സ് ആണ്. കിട്ടിയല്ലായിരിക്കും. അപ്പൊ ഇവിടെ ഇനി ഇവിടേക്ക് നോക്കാം. ഇത് വെറുതെ വരച്ചതാണ് കേട്ടോ, ഒരു ലീനിയർ പെയർ കാണിച്ചു തന്നതാണ്. ഇത് എക്സ് വന്നാൽ ഇത് 180 മൈനസ് എക്സ്. കിട്ടി? അപ്പോ ഇവിടെ എക്സ് വന്നാൽ ഈ ആംഗിൾ പറ്റിയായിരിക്കും പി ബി സി. പറയുന്നത് എങ്ങനെയാ നോക്കട്ടോ, എങ്ങനെയാ പേര് പറയാ ഇതിന്റെ? ഈ ആംഗിൾ എ ബി സി. ആംഗിളിന്റെ പേര് എഴുതാൻ കിട്ടണം. ആംഗിൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് എഴുതാം. എന്താണ്? ആംഗിൾ എ ബി സി. ഇതൊന്ന് മാറ്റിയാണ് സ്റ്റെപ്പ് ശരിക്കും എഴുതണം. ആംഗിൾ ഏതാ? എ ബി സി. മനസ്സിലായോ? എ ബി സി. അത് നമ്മൾ എത്രയാന്ന് പറഞ്ഞു? എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? പി ബി സി. അങ്ങനെയല്ലേ പേര് എഴുതാം? ആംഗിൾ പി ബി സി എത്രയായിരിക്കും? എ ബി സി എക്സ്. അപ്പൊ ഇത് എത്രയായിരിക്കും? രണ്ടും കൂടി കൂട്ടിയാൽ 180, 180. അപ്പൊ ഇത് വരുന്നത് 180 മൈനസ് എക്സ്. കിട്ടിയില്ലേ? അപ്പൊ ഈ ആംഗിൾ 180 മൈനസ് എക്സ്. കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായി? ഇനി ഇവിടത്തെ ആംഗിൾ നോക്കാം. ഈ ആംഗിൾ എക്സ് ആണ്, ഇത് എക്സ് ആണ്. അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് അല്ലേ? കാരണം രണ്ടും കൂടി കൂട്ടിയാൽ 180 അല്ലേ? അല്ലേ? അടുത്തത് ഇവിടെ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? രണ്ടും കൂടി കൂട്ടിയാൽ ലീനിയർ പെയർ. ഒരേ തിയറിയാണ് ഇവിടെ ഒക്കെ നമ്മൾ പറഞ്ഞത്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്. ഇവിടെ ഇത് എക്സ് കൊടുത്താൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ്. ഇവിടെ മറ്റേ നമ്മൾ ഇത് എക്സ് ആണെങ്കിൽ ബാക്കിയുള്ള ഈ കഷ്ണം എത്രയായിരിക്കും? 180 മൈനസ് എക്സ്. ഇത്രയും നമ്മൾ പടത്തിൽ ചെയ്യാം. അതെല്ലാവർക്കും മനസ്സിലായോ? ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്തത്? പെന്റഗന്റെ ആംഗിൾസ് എഴുതി അല്ലേ? എല്ലാവരും എല്ലാം എക്സ് ആണ്. ഒരെണ്ണം എക്സ് ആണെങ്കിൽ എല്ലാം എക്സ് ആണ്. അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് എത്രയാണ്? 180 മൈനസ് എക്സ്. ഇതിന് കാരണം എഴുതണം കേട്ടോ. എന്താ കാരണം? റീസൺ എന്താ? ഇവിടെ റീസൺ എഴുതാം. എന്താണ്? ലീനിയർ പെയർ, രേഖീയ ജോഡി. മലയാളം മീഡിയക്കാരെ എഴുതാം രേഖീയ ജോഡി. ഇംഗ്ലീഷ് മീഡിയക്കാര് ലീനിയർ പെയർ ആണ്. ഇതൊരെണ്ണം കിട്ടി. ഇതുപോലെ അടുത്തത് എഴുതണം. ഇവിടെ ഇത് ഈ ആംഗിൾ, ഈ ആംഗിളിന്റെ പേര് എന്താ? ഈ ആംഗിളിന്റെ പേര് എങ്ങനെ എഴുതാം? ബി സി ഡി അല്ലെ? ആംഗിൾ ബി സി ഡി എത്രയാണ്? എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? ആംഗിൾ പി സി ബി. പറഞ്ഞ പേര് നോക്കി, ഈ സി നടക്കുക വരണം. പി സി ബി. ആംഗിൾ പി സി ബി എത്രയാ വരുന്നത്? 180 മൈനസ് എക്സ്. കിട്ടിയേ? ഇവിടെയും അതുപോലെ തന്നെ ഈ രണ്ട് സൈഡ് ഇതിവിടെ എഴുതി. അടുത്തത് ഇപ്പത്തെ എഴുതാം. ഇവിടെ ഈ ആംഗിൾ എങ്ങനെ എഴുതാം? ആംഗിൾ എങ്ങനെ എഴുതാം? എ ഇ ഡി. എ ഇ ഡി എത്രയാ? എ ഇ ഡി ഇവിടെ എത്രയാണ് വേണ്ടത്? ഈക്വൽ ടു എക്സ് ആണ് അല്ലെ? എ ഇ ഡി എന്താണ്? എക്സ് ആണ്. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിളിന്റെ പേര് എന്താ എഴുതാം? ഡി ഇ ക്യൂ അല്ലെങ്കിൽ ക്യൂ ഇ ഡി. എങ്ങനെയാണെങ്കിലും എഴുതാം കേട്ടോ. ഈ നടുക്ക് വരുന്നതേ ഉള്ളൂ. ആംഗിൾ ഡി ഇ ക്യൂ. അപ്പൊ അതെത്രയായിരിക്കും? 180 മൈനസ് എക്സ്. ഇനി ഈ ആംഗിൾ, ഈ ട്രയാംഗിളിന്റെ ഇവിടെ ഇതും ഇത് നമ്മൾ രണ്ടെണ്ണം കണ്ടുപിടിച്ചു. ഈ ട്രയാംഗിളിന്റെ ഡി ഇ ക്യൂവിന്റെ ഇപ്പത്തെ നമ്മൾ കണ്ടുപിടിക്കാണ്. അടുത്തത് ഈ ഒരു ആംഗിൾ ആണ്. അതിന് ഈ ആംഗിൾ എഴുതണം. ഈ ആംഗിൾ എങ്ങനെ എഴുതാം? സി ഡി ഇ. ആംഗിൾ സി ഡി
ഇ എത്രയാണ് എക്സ് ആണെങ്കിൽ നമുക്ക് സി ഡി ഇ എന്ന് പറയുമ്പോ ഈ ആംഗിൾ അല്ലേ ഡിയിലെ നിരക്ക് വരുന്നത് ഡിയിൽ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ ഇവരെങ്ങനെ എഴുതാം ഇ ഡി ക്യൂ ആംഗിൾ ഇ ഡി ക്യൂ എത്രയാണ് 180 മൈനസ് എക്സ് ഒരേ കാരണങ്ങൾ മാത്രം നമ്മൾ ഇപ്പോൾ ലീനിയർ പെയർ വെച്ച് എല്ലാ ആംഗിൾസും കിട്ടിയോ ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്ര കിട്ടി 180 മൈനസ് എക്സ് ഇനി ഇവിടെ ഈ ആംഗിൾ എക്സ് ആണ് അപ്പൊ ഇത് എത്ര കിട്ടിയേ 180 മൈനസ് എക്സ് ഇനി ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയാ വരുന്നത് 180 മൈനസ് എക്സ് ഇവിടെ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെയും 180 മൈനസ് എക്സ് ഇനി നമുക്ക് തെളിയിക്കേണ്ടത് നമ്മുടെ ചോദ്യം എന്താ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് അതിന് ഇനി ഒരു കാര്യം കൂടി രണ്ടെണ്ണം നമ്മൾ തെളിയിച്ചു അല്ലെ രണ്ട് ആംഗിൾസ് ഈ ആംഗിളും ഈക്വൽ ആയി ഈ ആംഗിളും ഈക്വൽ ആയി രണ്ട് ആംഗിൾ ഈക്വൽ ആയില്ലേ ഇനി നമ്മുടെ തിയറിയിൽ ഒരു സൈഡ് വേണം അതിന് നോക്കാം ബി സി ഈസ് ഈക്വൽ ടു ഇ ഡി ബി സി ഈസ് ഈക്വൽ ടു ഇ ഡി ഇടിയാണോ ശരിയാണോ അത് ബി സിയും ഇ ഡിയും തുല്യമാണോ കാരണം എന്താ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് വാസ് എ റെഗുലർ പെന്റഗൺ എല്ലാ വശവും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എ ബിയും ബി സിയും സി ഡി ഡി ഇ എ ഇ എല്ലാ വശവും തുല്യമാണ് അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ബി സിയും ഡി ഇയും തുല്യമാണ് ഈക്വൽ ആണ് കിട്ടിയോ അപ്പോ രണ്ട് ആംഗിൾസും ഒരു സൈഡും ഇതിന്റെ രണ്ട് ആംഗിൾസും ഈ ഒരു സൈഡും ഈക്വൽ ആണെങ്കിൽ therefore these two triangles are എന്തായിരിക്കും ഈക്വൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയ ചോദ്യം എന്താണെന്ന് ഉത്തരം കിട്ടിയ ചോദ്യം എന്താ പറയുന്നത് പി ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും ഡി ഇ ക്യൂ എന്ന് പറയുന്ന ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് തെളിയിക്കാനാണ് പറയുന്നത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞില്ലേ ആംഗിൾസ് ഒന്നുകൂടി പറഞ്ഞുതരാം എല്ലാ ആംഗിൾസും നമ്മൾ ആദ്യം തന്നെ എന്തിട്ട് കൊടുത്തു എക്സ് നമുക്ക് അറിയാൻ പാടില്ലാത്ത പറഞ്ഞിട്ട് എക്സ് ഇട്ട് കൊടുത്തു എക്സ് കൊടുത്താൽ ബാക്കി എല്ലാ ആംഗിൾസും എക്സ് ആണ് കാരണം ഇറ്റ് ഇസ് എ റെഗുലർ പെന്റഗൺ സമപഞ്ചഭുജത്തിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് നേരത്തെ കാണിച്ചതാ അല്ലെ ഒരെണ്ണം എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും 180 മൈനസ് എക്സ് കാരണം ഇറ്റ് ഇസ് എ ലീനിയർ പെയർ രേഖീയ ജോഡി അപ്പൊ ഇത് 180 ആണ് രണ്ടും കൂടി അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് ഇവിടെ ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് സെയിം റീസൺ ലീനിയർ പെയർ രേഖീയ ജോഡി ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് അതിനും റീസൺ എഴുതണം ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് എല്ലാത്തിനും ഒറ്റ റീസണുള്ളൂ ഇറ്റ് ഇസ് എ ലീനിയർ പെയർ രേഖീയ ജോഡിയാണെന്ന് അല്ലേ അപ്പൊ രണ്ട് ആംഗിൾസ് ഇത് മറ്റേ രണ്ട് ആംഗിൾസ് ഇനി നമുക്ക് എന്താ വേണ്ടത് ഈ സൈഡ് നമ്മൾ ഈക്വൽ ആണെന്ന് തെളിയിച്ചു കാരണം ഇറ്റ്സ് ഗിവൺ therefore ആയതുകൊണ്ട് എഴുതിയേക്കുക എന്താണ് these two triangles are equal first question അതാണ് the sides of BPC യും sides of are the sides of BPC equal to the sides of EQD sides equal ആണെന്ന് തെളിയിക്കാൻ പറയണേ അപ്പൊ ഫുൾ ആയിട്ടില്ല നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് തെളിയിച്ചു ഇനി എന്ത് ചെയ്യണം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് അല്ലെ ഇവിടെ ബി സിയും ഇതും ഈക്വൽ ആണ് കാരണം ഇത് പെന്റഗന്റെ സൈഡാണ് ഇനി ഈ പി സി ഇസ് ഈക്വൽ ടു ഡി ക്യൂ എഴുതാം എന്താ പി സി ഇസ് ഈക്വൽ ടു ഡി ക്യൂ കാരണം മൂന്ന് സൈഡ്സ് ഈക്വൽ ആക്കാനും പറയണം കേട്ടോ അപ്പൊ ഇതും ഈക്വൽ ആണ് കാരണം ഇത് റെഗുലർ പെന്റഗൺ ആണ് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് എല്ലാ വശവും തുല്യമാണെന്ന് അടുത്തത് വേണ്ടത് പി സിയും ഡി ക്യൂയും ഈക്വൽ ആണ് കാരണം എന്താണ് ഈക്വൽ ആംഗിൾസിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ട്രയാങ്കിളില് ഈ 180 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡും ഈക്വൽ അല്ലേ അപ്പൊ നമ്മുടെ തിയറിയാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് എന്താണ് ഈ ഫസ്റ്റ് ബി സി സിക്വൽ ടു ഇഡിക്ക് കാരണം ഇറ്റ്സ് ഗിവൺ തന്നിട്ടുണ്ട് എല്ലാ സൈഡും ഈക്വൽ തന്നിട്ടുണ്ട് പെന്റഗന്റെ അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ് ഇനി ഈ വശവും ഈക്വൽ ആണ് കാരണം എന്താ എഴുതാം ഇതിന് കാരണം ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾ തുല്യമായിട്ടുള്ള കോണിന് ഈ കോണും തുല്യമാണ് ഈ കോണിനെതിരെയുള്ള ഈ വശവും ഈ കോണിനെതിരെയുള്ള ഈ വശവും തുല്യമാണ് അടുത്തത് എഴുതാം ആംഗിൾ സിയും ഇതും തുല്യമാണ് അല്ലെ ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഇവിടെ ബി പി ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ് ഇ ക്യൂ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് ഇപ്പൊ മൂന്ന് സൈഡ്സ് ഇത് രണ്ടും നമ്മൾ പ്രൂവ് ചെയ്തു ഇത് തന്നിട്ടുണ്ട് ഇത് രണ്ടും പ്രൂവ് ചെയ്തു നമ്മൾ ഇത് രണ്ടും തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ
അവസാനിച്ചു. അതിൽ ഒരു ചോദ്യം കൂടി ഉണ്ട്. ആർ ദ സൈഡ്സ് ഓഫ് എ പി ആൻഡ് എ ക്യൂ ഓഫ് എ പി ക്യൂ ഈക്വൽ വൈ? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. ആർ ദ സൈഡ്സ് ഓഫ് എ പി ആൻഡ് എ ക്യൂ ഓഫ് ട്രയാങ്കിൾ എ പി ക്യൂ. ഏതാ? ഈ വലിയ ട്രയാങ്കിളിന്റെ എ പി ക്യൂവിന്റെ എ പി എ ക്യൂ എന്നീ വശങ്ങൾ തുല്യമാണോ എന്ന്. ഈ ട്രയാങ്കിളിന്റെ ഈ എ പി എന്ന് പറയുന്ന വശവും ഇതും തുല്യം ആണോ എന്ന്. അതിന് നമ്മളിപ്പോ ഇത്രയും തെളിയിച്ചു കഴിഞ്ഞു. ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണോ എന്ന് കണ്ടാൽ മതി. ഏത് രണ്ട് സൈഡ്സാ? എ പി. അപ്പൊ എ പി എന്ന് പറഞ്ഞാൽ എന്താ? എ പി എന്താണെന്ന് നമ്മൾ എഴുതി വെക്കാം. ഇത് രണ്ടാണ് നമുക്ക് തെളിയിക്കേണ്ടത്. എ പി ഇസ് ഈക്വൽ ടു എ ക്യൂ. ഇതാണ് രണ്ടാമത്തെ ചോദ്യം കേട്ടോ. എ പിയും എ ക്യൂവും ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അതിന് നമ്മൾ എഴുതേണ്ടത് എ പി എന്താണ്? എ പി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നൊക്കെ? ഈ എ ബി എന്ന് പറയുന്നതും ബി പി എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു കഷ്ണം എ ബി പ്ലസ് എന്താണ്? പി ബി. ഇതാണ് എ പി. ഇനി ഇവിടെ എ ക്യൂ. എ ക്യൂ എന്താ? എ ക്യൂ ഈസ് ഈക്വൽ ടു എന്താ? ഇതുപോലെ തന്നെ എ ഇയും പ്ലസ് എത്രയാ? എ ഇ പ്ലസ് ഇ ക്യൂ ആണ് അല്ലെ. ഇവിടെ എ പി എന്ന് പറയുന്ന സ്ഥലം ലൈൻ എന്ന് പറഞ്ഞാൽ എ ബിയും പി ബിയും, എ ക്യൂ എന്ന് പറഞ്ഞാൽ എ ഇയും ഇ ക്യൂവും അല്ലെ. ഇനി നമ്മൾ തെളിയിച്ചതുള്ളൂ ഒന്ന് എഴുതിയാൽ മതി. നമ്മൾ എന്താ തെളിയിച്ചത്? എ പിയും എ ക്യൂവും തുല്യമാവണമെങ്കിൽ എ ബിയും എ ഇയും തുല്യല്ലേ? ഇത് ഇവിടെ തന്നെ ഒന്ന് എടുത്തേക്കാം. എ ക്യൂ ഈക്വൽ ടു എന്താണ്? എ ഇ പ്ലസ് ഇ ക്യൂ. ഇത് രണ്ടുമാണ് നമ്മൾ. എ പി എന്ന് പറഞ്ഞാൽ എ ബിയും പി ബിയും ആണ്. എ ക്യൂ എന്ന് പറഞ്ഞാൽ എ ഇയും ഇ ക്യൂ ആണ്. നേരെ ഇനി രണ്ടും. ഇനി അതില് ഇത് രണ്ടുമാണ് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. എ പി ഈക്വൽ ടു എ ക്യൂ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഈക്വൽ ചെയ്യാൻ പറ്റേ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. എ ബി ഇസ് ഈക്വൽ ടു എന്താണ്? എ ഇ. പ്രൂവ്ഡ് അല്ലേ? ബ്രാക്കറ്റിൽ പ്രൂവ്ഡ്. കാരണം എ ബിയും എ ഇയും ഈക്വൽ ആണ്. ഗിവൺ തന്നിട്ടുണ്ട്. എല്ലാ വശവും തുല്യാണെന്ന്. അടുത്ത സ്റ്റെപ്പ് എഴുതാം. പി ബി ഇസ് ഈക്വൽ ടു പി ബിയും ഏതാ? ഇ ക്യൂവും ഈക്വൽ ആണ്. പി ബിയും ഈക്വൽ. അത് നമ്മൾ എന്താണ്? ഇറ്റ്സ് പ്രൂവ്ഡ്. ഇതിന് കാരണം എന്താ എഴുതുന്നത്? ഇറ്റ്സ് ഗിവൺ. തന്നിട്ടുണ്ട്. അവർ തന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. പി ബിയും ഇ ക്യൂവും ഈക്വൽ ആണ്. അതിനെന്താ കാരണം? ഏതാ? ഇറ്റ്സ് പ്രൂവ്ഡ്. നമ്മൾ ഇത്ര നേരം തെളിയിച്ചതാണ് അല്ലെ. ഈ വശവും ഈ വശവും രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആകുമ്പോ ഇതിന്റെ ഈ സൈഡ് മൂന്ന് സൈഡും ഇതിന്റെ മൂന്ന് സൈഡും ഈക്വൽ അല്ലേ. അപ്പോ ഈ ട്രയാങ്കിളിലെ പി ബിയും ഈ ട്രയാങ്കിളിലെ ഇ ക്യൂവും ഈക്വൽ ആണ് അല്ലെ. therefore എ ബിയും ഈ എയും ഈക്വൽ ആണ്. പി ബിയും ഇ ക്യൂവും ഈക്വൽ ആണെങ്കിൽ എ പി ഈക്വൽ ടു എന്താണ്? therefore നമുക്ക് എഴുതാം എ പി ഈക്വൽ ടു എ ക്യൂ. കിട്ടിയില്ലേ ചോദ്യം? എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും കിട്ടിയില്ലേ? ആദ്യം നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഈ സൈഡും ഈ സൈഡും നമ്മള് ഈക്വൽ ആണെന്ന് നമ്മള് തെളിയിച്ചു. എങ്ങനെയാ? എ പി എന്ന് പറഞ്ഞാൽ ഈ ഒരു കഷ്ണം ഇതും, എ ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എ ഇയും ഇ ക്യൂ ആണ്. അതിൽ എ ബിയും എയും ഈക്വൽ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. പെന്റഗന്റെ സൈഡ്സ് ആണ് ഗിവൺ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം സൈഡ്സ് ഓഫ് ദ പെന്റഗൺ. പെന്റഗന്റെ വശങ്ങളാണ്. പി ബിയും ഇ ക്യൂവും ഈക്വൽ ആണ്. കാരണം ഇറ്റ്സ് പ്രൂവ്ഡ്. നമ്മൾ ഇത്ര നേരം തെളിയിച്ചത് അതാണ്. therefore എ പി ഈക്വൽ ടു എ ക്യൂ. ഈ കണക്ക് എല്ലാവരും നന്നായിട്ട് നാളേക്ക് ചെയ്തിട്ട് വരാം. കുറെ സ്റ്റെപ്പുകൾ ഉണ്ട്. അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഇനി മനസ്സിലായില്ലെങ്കിൽ നാളെ വരുമ്പോ പറഞ്ഞു തരാം. എല്ലാവരും ചെയ്യണം. 2 പ്രാവശ്യം ചെയ്ത് പഠിക്കുകയും ചെയ്യാം.